2 രാജാക്കന്മാർ അധ്യായം 10. ആഹാബിന് സമറിയായിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിൻ്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമറിയയിലേക്ക് കത്തുകൾ അയച്ചു. നിങ്ങളുടെ യജമാനൻ്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ. ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനൻ്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനൻ്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടുവിൻ. ഭയവിഹ്വലരായ അവർ പറഞ്ഞു, 2 രാജാക്കന്മാർക്ക് അവനെ എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല, പിന്നെ നമുക്കെങ്ങനെ കഴിയും? അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യേഹുവിന് ഒരു സന്ദേശം അയച്ചു. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി, നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാനപുത്രന്മാരുടെ ശിരസ്സുകളുമായി നാളെ ഈ നേരത്ത് ജസ്രയേലിൽ എൻ്റെ അടുക്കൽ വരുവിൻ. രാജപുത്രന്മാർ 70 പേരും രക്ഷാകർത്താക്കളായ നഗരപ്രമാണികളോടുകൂടെ ആയിരുന്നു. കത്ത് കിട്ടിയപ്പോൾ അവർ രാജാവിൻ്റെ 70 പുത്രന്മാരെയും വധിച്ച് ശിരസ്സുകൾ കുട്ടകളിലാക്കി ജസ്രയേലിൽ അവൻ്റെ അടുത്തേക്ക് അയച്ചു. രാജപുത്രന്മാരുടെ ശിരസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ യേഹു പറഞ്ഞു, അവ 2 കൂനകളായി പ്രഭാതം വരെ പടിവാതുക്കൽ വയ്ക്കുക. പ്രഭാതത്തിൽ അവൻ പുറത്തു വന്ന് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിർദോഷരാണ്. എൻ്റെ യജമാനനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ്. എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ്? ആഹാബ് ഗ്രഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. കർത്താവ് തൻ്റെ ദാസൻ ഏലിയായിലൂടെ അരുളി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു. യേഹു ജസ്രയേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും, അവൻ്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി. യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമറിയയിലെത്തി. മാർഗമധ്യേ ആട്ടിടയന്മാരുടെ ബെത്തക്കതിലെത്തിയപ്പോൾ യൂദാരാജാവായ അഹസിയായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അഹസിയായുടെ ബന്ധുക്കളാണ്. ഞങ്ങൾ രാജ്ഞീപുത്രന്മാരെയും മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ്. അവൻ പറഞ്ഞു, അവരെ ജീവനോടെ പിടിക്കുവിൻ. അവർ അവരെ പിടിച്ച് ബെത്തക്കതിലെ കിണറ്റിൻകരയിൽ വെച്ച് വധിച്ചു. അവർ 42 പേരുണ്ടായിരുന്നു. ആരും അവശേഷിച്ചില്ല. യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റക്കാബിൻ്റെ പുത്രൻ യഹോനാദാബിനെ കണ്ട് മംഗളമാശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോട് വിശ്വസ്തതയുണ്ടോ? യഹോനാദാബ് മറുപടി പറഞ്ഞു, ഉവ്വ്. യേഹു പ്രതിവചിച്ചു, അങ്ങനെയെങ്കിൽ കൈ തരുക. അവൻ കൈ കൊടുത്തു. ഉടനെ യേഹു അവനെ തൻ്റെ രഥത്തിൽ കയറ്റി. അവൻ പറഞ്ഞു, എന്നോടുകൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവൻ സമറിയയിലെത്തിയപ്പോൾ ആഹാബിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു. കർത്താവ് ഏലിയായിലൂടെ അരുളി ചെയ്തത് അങ്ങനെ നിറവേറി. യേഹു ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ. എന്നാൽ യേഹു അവനെ അധികം സേവിക്കും. അതിനാൽ ബാലിൻ്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ. ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും. വരാത്തവൻ വധിക്കപ്പെടും. ബാലിൻ്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ
യേഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത്. യേഹു കൽപ്പിച്ചു, ബാലിന് ഒരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ. അവർ അത് വിളംബരം ചെയ്തു. ഇസ്രായേലിലെങ്ങും അവൻ സന്ദേശമയച്ചു. ബാലിൻ്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു. ആരും വരാതിരുന്നില്ല. അവർ ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. ആലയം നിറഞ്ഞു കവിഞ്ഞു. അവൻ ചമയപ്പുര വിചാരിപ്പുകാരനോട് പറഞ്ഞു, ബാലിൻ്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ. അവൻ അവ കൊണ്ടുവന്നു. തുടർന്ന് യേഹു റക്കാബിൻ്റെ പുത്രനായ യഹോനാദാബുമൊത്ത് ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ ബാലിൻ്റെ ആരാധകരോട് പറഞ്ഞു, ഇവിടെ ബാലിൻ്റെ ആരാധകരല്ലാതെ കർത്താവിൻ്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ. അനന്തരം യേഹു കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി. അവൻ 80 പേരെ പുറത്തു നിർത്തിയിരുന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തൻ്റെ ജീവൻ നൽകേണ്ടി വരും. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ യേഹു അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു, ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക, ആരും രക്ഷപ്പെടരുത്. അവർ അവരെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിന് ശേഷം ബാൽഗ്രഹത്തിൻ്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി. അങ്ങനെ ബാലിൻ്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അതൊരു വിസർജന സ്ഥലമാക്കി മാറ്റി. അതിന്നും അങ്ങനെ തന്നെ. അങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. എന്നാൽ യേഹു നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന സ്വർണ്ണക്കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു. കർത്താവ് യേഹുവിനോട് പറഞ്ഞു, നീ എൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് ആഹാബിൻ്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും. എന്നാൽ യേഹു പൂർണ്ണഹൃദയത്തോടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല. ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അക്കാലത്ത് കർത്താവ് ഇസ്രായേലിൻ്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി. ഹസായേൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി. കിഴക്ക് ജോർദാൻ മുതൽ ഗിലെയാദ് ദേശം മുഴുവനും, ഗാദിൻ്റെയും റൂബൻ്റെയും മനാസയുടെയും പ്രദേശങ്ങളും, അർണോൻ്റെ താഴ്വരയ്ക്ക് സമീപമുള്ള അരോവർ മുതൽ ഗിലെയാദും ബാഷാനും വരെയും അവൻ കീഴടക്കി. യേഹുവിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേഹു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു സമറിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ പുത്രൻ യഹോവാഹാസ് ഭരണമേറ്റു. യേഹു സമറിയായിൽ ഇസ്രായേലിനെ ഭരിച്ചത് 28 വർഷമാണ്. Chapter 10. Ahab had 70 descendants in Samaria. Jehu prepared letters and sent them to the city rulers, to the elders, and to the guardians of Ahab's descendants in Samaria. Since your master's sons are with you, he wrote, and you have the chariots, the horses, a fortified city, and the weapons, when this letter reaches you, decide which is the best and the fittest of your master's offspring. Place him on his father's throne, and fight for your master's house. They were overcome with fright and said, If 2 kings could not withstand him, how can we? So the vizier and the ruler of the city, along with the elders and the guardians, sent this message to Jehu. We are your servants, and we will do everything you tell us. We will proclaim no one king. Do whatever you think best. So Jehu wrote them a second letter. If you are on my side and will obey me, count the heads of your master's sons, and come to me in Jezreel at this time tomorrow. The 70 princes were in the care of prominent men of the city who were rearing them. When the letter arrived, they took the princes and slew all 70 of them, put their heads in baskets, and sent them to Jehu in Jezreel. They have brought the heads of the princes, a messenger came in and told him. Pile them in 2 heaps at the entrance of the city until morning, he ordered.
Going out in the morning, he stopped and said to all the people, "You are not responsible, and although I conspired against my lord and slew him, yet who killed all these? Know that not a single word which the Lord has spoken against the house of Ahab shall go unfulfilled. The Lord has accomplished all that he foretold through his servant Elijah." Thereupon Jehu slew all who were left of the family of Ahab in Jezreel, as well as all his powerful supporters, intimates, and priests, leaving him no survivor. Then he set out for Samaria, and at Beth-eked Haruim, on the way, he came across kinsmen of Ahaziah, king of Judah. "Who are you?" he asked. "We are kinsmen of Ahaziah," they replied. "We are going down to visit the princes and the family of the queen mother." "Take them alive," Jehu ordered. They were taken alive, 42 in number, then slain at the pit of Beth-eked. Not one of them was spared. When he had left there, Jehu met Jehonadab, son of Rechab, on the road. He greeted him and asked, "Are you sincerely disposed toward me as I am toward you?" "Yes," replied Jehonadab. "If you are," continued Jehu, "give me your hand." Jehonadab gave him his hand, and Jehu drew him up into his chariot. "Come with me," he said, "and see my zeal for the Lord." And he took him along in his own chariot. When he arrived in Samaria, Jehu slew all who remained there of Ahab's line, doing away with them completely, and thus fulfilling the prophecy which the Lord had spoken to Elijah. Jehu gathered all the people together and said to them, "Ahab served Baal to some extent, but Jehu will serve him yet more. Now summon for me all Baal's prophets, all his worshippers, and all his priests. See that no one is absent, for I have a great sacrifice for Baal. Whoever is absent shall not live." This Jehu did as a ruse, so that he might destroy the worshippers of Baal. Jehu said further, "Proclaim a solemn assembly in honor of Baal." They did so, and Jehu sent word of it throughout the land of Israel. All the worshippers of Baal, without exception, came into the temple of Baal, which was filled to capacity. Then Jehu said to the custodian of the wardrobe, "Bring out the garments for all the worshippers of Baal." When he had brought out the garments for them, Jehu, with Jehonadab son of Rechab, entered the temple of Baal, and said to the worshippers of Baal, "Search and be sure that there is no worshipper of the Lord here with you, but only worshippers of Baal." Then they proceeded to offer sacrifices and holocausts. Now Jehu had stationed 80 men outside with this warning, "If one of you lets anyone escape of those whom I shall deliver into your hands, he shall pay life for life." As soon as he finished offering the holocaust, Jehu said to the guards and officers, "Go in and slay them. Let no one escape." So the guards and officers put them to the sword and cast them out. Afterward they went into the inner shrine of the temple of Baal, took out the stele of Baal, and burned the shrine. Then they smashed the stele of Baal, tore down the building, and turned it into a latrine, as it remains today. Thus Jehu rooted out the worship of Baal from Israel. However, he did not desist from the sins which Jeroboam, son of Nebat, had caused Israel to commit, as regards the golden calves at Bethel and at Dan. The Lord said to Jehu, "Because you have done well what I deem right, and have treated the house of Ahab as I desire, your sons to the 4th generation shall sit upon the throne of Israel." But Jehu was not careful to observe wholeheartedly the law of the Lord, the God of Israel, since he did not desist from the sins which Jeroboam caused Israel to commit. At that time the Lord began to dismember Israel. Hazael defeated the Israelites throughout their territory east of the Jordan, all the land of Gilead, of the Gadites, Reubenites, and Manasseites, from Aroer on the river Arnon up through Gilead and Bashan. The rest of the acts of Jehu, his valor, and all his accomplishments are written in the book of the Chronicles of the Kings of Israel. Jehu rested with his ancestors and was buried in Samaria. His son Jehoahaz succeeded him as king. The length of Jehu's reign over Israel in Samaria was 28 years.